മീരാമാക്സ് സ്റ്റോറീസിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര വന്നാലും മതി വരാത്ത ഒരു സ്ഥലത്താണ് ഞാനിന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എവിടെയാണ്? വേറെ എവിടെയല്ല, നമ്മളുടെ സ്വന്തം ഗുരുവായൂർ. നമ്മളുടെ വെഡ്ഡിങ് വർക്കായിട്ട് നമ്മളിന്ന് ഗുരുവായൂരാണ്. അപ്പം വെഡ്ഡിങ് വർക്കിനോടൊപ്പം തന്നെ വേറൊരു സന്തോഷം കൂടി എനിക്കുണ്ട്. എൻ്റെ ഇടവും വലമായിട്ട് രണ്ടുപേരുണ്ട് കേട്ടോ എപ്പോഴും. ഒന്ന് ലിൻസി, ഒന്ന് വിദ്യയും. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ വിദ്യ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ, കല്യാണമാണ് ഈ വരുന്ന മെയ് 11. അപ്പോൾ വിദ്യനെ സംബന്ധിച്ച് വിദ്യ കാസ്റ്റ് മാറി ഒരു ക്രിസ്ത്യനെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ പറയണേ കൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ വിദ്യ? അപ്പോൾ വിദ്യ അത് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് വിദ്യ ഒരു ബാലാമണി കൂടിയാണ് കേട്ടോ. അവള് ഇതുവരെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടില്ല, അമ്പലം കണ്ടിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ വെഡ്ഡിങ് വർക്കിൽ അതാണ് വിദ്യയും കൂടെയുണ്ട്. അപ്പോൾ ബാലാമണീനെ അമ്പലം തൊഴിയിക്കുക, അതോടൊപ്പം നമ്മുടെ വർക്കും ഡീറ്റെയിൽസും കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നത്. ബാലാമണി ഒന്ന് നോക്കി ചിരിച്ച് എന്താ പറയണം വിദ്യ? എന്ത് തോന്നണം ഗുരുവായൂർ മണ്ണിൽ കാലിൽ തൊട്ടിട്ട്? ഭയങ്കര സന്തോഷം. ഞാൻ വന്നെന്ന് ഒത്തിരി ആഗ്രഹിച്ചു വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി അവിടെ ചെന്ന് കാണുമ്പോൾ അറിയാൻ ബാക്കി. പൊട്ടിക്കരയോ കരയോ? അപ്പോൾ അമ്പലത്തിലേക്ക് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാത്ത കാരണം നമ്മൾ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ഷോട്ടും കൂടി കാണിക്കാം. പിന്നെ നാളെ നമ്മളുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും ആയിരിക്കും. ഓക്കെ, ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് തകൃതിയായിട്ട് ഒരുങ്ങിയാണ്. കൃഷ്ണനെ കാണിക്കാനായിട്ട് വിദ്യക്കുട്ടി ഇങ്ങോട്ട് അണിഞ്ഞൊരുങ്ങുക അല്ല വിദ്യ? യെസ്. അപ്പോൾ ഇനി പോയിട്ട് വരാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ അമ്പലത്തിൽ പോയ വിശേഷമൊക്കെ പറഞ്ഞു. പോയി വന്ന് കുറച്ച് ലേറ്റായി. പിന്നെ സാരി പ്രീ പ്ലീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ്. ഇപ്പോൾ രാവിലെ എണീറ്റു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രൈഡ് വന്നു, ഹെയർ ക്രിംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിന് മുന്നേ നമ്മുടെ ഇന്നത്തെ ബ്രൈഡിനെ ഒന്ന് പരിചയപ്പെടാം. ആര്യക്കുട്ടി. ഹായ്, എൻ്റെ പേര് ആര്യ. ഞാൻ കോഴിക്കോടുകാരിയാണ്, കൊയിലാണ്ടി എന്ന് പറയും. അപ്പോൾ ഇന്ന് എൻ്റെ കല്യാണമാണ്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. രാവിലെ ഉറക്കൊന്നും വന്നില്ല, പെട്ടെന്ന് എണീറ്റു. എൻ്റെ ഫ്രണ്ടിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചേച്ചിയായിരുന്നു. അപ്പോൾ അപ്പോഴേ ഞാനിങ്ങനെ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ ഫസ്റ്റ് തന്നെ കൺഫേം ആയത് മേക്കപ്പായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫോണിൽ കൂടെ ഡിസ്കഷൻസൊക്കെ നടത്തി. പിന്നെ എൻ്റെ ഒരു ജോലിയുടെ തിരക്ക് കാരണം എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആളുടെ കൊച്ചിയിലുള്ള സ്ഥലത്ത് പോയിട്ട് ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്യണം, അതിന് മുന്നേ ഹെയർ സ്റ്റൈലൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ ഒരു ജോലി തിരക്ക് കാരണം എനിക്കതൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നെല്ലാം ഫിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ചൊരു എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ മേക്കപ്പ് വേണം ആര്യ നമ്മുടെ ഇന്നത്തെ ലുക്കിന്. കുറച്ച് വെള്ളമുള്ള പോലെ തോന്നിപ്പിക്കുന്നത്, തടി വെപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മേക്കപ്പാണ് വേണ്ടത്. എത്രത്തോളം വണ്ണം വെപ്പിക്കാം എന്നാണ് ഇന്ന് മേക്കപ്പിൽ കൂടെ ഞങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കാം. ഗോൾഡൻ ഐ ഷാഡോയും അതേപോലെ തന്നെ റെഡ് ലിപ്സും ഇപ്പം കുറച്ചുകൂടെ ഈ ചീക്കൊക്കെ ഒന്ന് ഇതായിട്ട് എല്ലാം നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇവർ നോക്കുന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന ജീൻസിൻ്റെയും ടോപ്പിൻ്റെയും കൂടി ഈ മേക്കപ്പ് കാണുമ്പോൾ അയ്യോ എന്നായിപ്പോൾ. അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ. ഇപ്പം എൻ്റെ ഈ കോലത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ലുക്കിൽ മേക്കപ്പ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യില്ലേ. അപ്പോൾ ശരിക്കും ട്രയലുന്നുകൊണ്ട് നമുക്ക് സ്കിൻ ടോൺ നോക്കി വെക്കാം, അതല്ലെങ്കിൽ എന്ത് മാച്ച് ആവും എന്നുള്ളത് അറിഞ്ഞു വയ്ക്കാമെന്ന് വന്നിട്ടുള്ളൂ. പക്ഷെ അത് കഴിയുമ്പോൾ മിക്കവരും അത് കഴിയുമ്പോൾ കല്യാണത്തിന് വന്നു കഴിയുമ്പോൾ ഇതിപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു സാധനം വരും. അതാലോചിച്ച് ടെൻഷൻ ആവണ്ട. പ്രത്യേകിച്ച് ഈ കോലത്തിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അമ്മേ എന്ന് പറയും.
ഫേസ് മേക്കപ്പ് കഴിഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് കാണിക്കാൻ പറഞ്ഞു, പക്ഷെ കാണിച്ചിട്ടില്ല. ഭയങ്കര ടെൻഷനിലാണ്, മേക്കപ്പ് കൂടി പോവോ, മേക്കപ്പ് ഇട്ട് ഇതുവരെ ശീലമില്ലാത്തത് കൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ലാഷ് വെച്ചിട്ടില്ല, ലാഷ് വെക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു. നമ്മൾ ഇതിന് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഇപ്പം തന്നെ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് മിറർ കാണിക്കാം, കാണാം. ടെൻഷൻ ഉണ്ട്, കണ്ണടിച്ച് തുറന്നു റിലാക്സ് ആയിട്ടിരുന്നു. ഓക്കെ, ഇഷ്ടായി. തടി വെച്ചോ? തടി വെച്ചു. കണ്ണ് നോക്കി. കണ്ണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാഷ് വേണോ? വേണ്ട, അല്ല ഇത് പോരെ. അതല്ലെങ്കിൽ ഈ നമ്മൾ രാവിലത്തെ ടെമ്പിളിൽ ലാഷ് ഇല്ലാതെ പോയിട്ട് നെക്സ്റ്റിൽ കുറച്ചുകൂടെ ലാഷ് വെച്ച് കുറച്ചുകൂടെ ലൗഡായിട്ട് ചേഞ്ച് ചെയ്യാം, ലിപ്പ് അടക്കം. ഇത് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി സാരി ഹെയർ ആണ്. ഇപ്പം നമ്മൾ ടെമ്പിൾ ലുക്കാണ് ചെയ്യണത്. സെറ്റ് സാരിയിലാണ് കേട്ടോ വരുന്നത്. അപ്പം മൊത്തം സെറ്റായിട്ട് ലാസ്റ്റ് ലുക്ക് കാണാം. ഞങ്ങളുടെ ഫസ്റ്റ് ലുക്കിലെ ഫൈനൽ ലുക്കാണ്. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഞാൻ എങ്ങനെ മനസ്സിൽ കണ്ടൊരു ലുക്ക് ഉണ്ടാവുമല്ലോ, അതുപോലെ സൂപ്പറായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ടെൻഷനൊക്കെ മാറിയോ? ടെൻഷനൊക്കെ മാറി. ഞങ്ങൾ ഹെയർ ഇതുപോലെ തന്നെ ട്രയലൊന്നും നോക്കാതെ തന്നെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, പക്ഷേ എല്ലാ പാറ്റേണും കാണിച്ചു കൊടുത്തു എങ്ങനെ വരുന്നുള്ളത്. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചതായിരുന്നു ഈ ഹെയർ സ്റ്റൈല്. പിന്നെ ബാക്കിൽ ഗ്രീനും അതേപോലെ തന്നെ മുല്ലയും കൂടി ചേർത്ത് നമ്മളിങ്ങനെ പൂവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലുക്കിൽ കാണാം. താലി കെട്ടിയിട്ട് വരും, കെട്ടിയിട്ട് വരാം. ദീർഘ സുമംഗലി ബാവ. സുമംഗലിയെ തിരിച്ചെത്തിയിരിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു? ഓക്കെ, അപ്പോൾ ഇനി 1 മണിക്കൂറുള്ളൂ, അതിനുള്ളിൽ അടുത്ത ലുക്കിലേക്ക് വരണം. അപ്പോൾ സാരി മാറി ഞങ്ങൾ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം വളരെ കുറവാണ്, 9:30 അരമണിക്കൂറിനുള്ളിൽ സെറ്റാക്കിയിട്ട് ഇറങ്ങണം. ഇറങ്ങാനുള്ള ടെൻഷൻ അങ്ങനെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തുണ്ട്. പിന്നെ നേരത്തെ രാവിലെയുള്ള ഒരുക്കം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ബ്രൈഡിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരുക്കം, നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളുടെ ഫൈനൽ ലുക്കിലെത്തി. സമയം ഒരു 5 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ ഓർണമെൻറ്റ്സും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങാണ്. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ലുക്ക്. സെക്കൻഡ് ലുക്കിൽ എന്ത് തോന്നുന്നു? അടിപൊളിയായിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഭാര്യയായ പോലെ ഉണ്ട്, കുടുംബിനിയായി. ലാസ്റ്റ് സാരിയാണ്. ഈ സാരി ഉടുപ്പിക്കാതെ വിടാൻ പറ്റില്ല. ആധാർ കാർഡ് എടുക്കാൻ വന്ന ബ്രൈഡിനെ സാരി ഉടുപ്പിച്ച് വിടുന്നു ഞങ്ങൾ. അപ്പോൾ സമയമില്ലാത്ത വേണ്ടാന്ന് വെച്ചു, പക്ഷെ ഉടുപ്പിക്കാതെ വിടാൻ തോന്നിയില്ല. അപ്പോൾ ലാസ്റ്റ് ഇതിലാണ്. അപ്പോൾ ഒരു ടാറ്റ കൊടുത്ത് നമുക്ക് വീഡിയോ അവസാനിച്ചേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഓടിക്കും. ലാസ്റ്റ് എല്ലാം പെട്ടെന്ന് ഹറിവരെയായി. ഞങ്ങൾ സമയം കഴിഞ്ഞപ്പോൾ തന്നെ വിചാരിച്ചു ലാസ്റ്റ് സാരി മാറില്ലെന്ന്. പക്ഷേ ആ പച്ചസാരി നല്ല രസമില്ലായിരുന്നു കാണാൻ. അപ്പോൾ അത് ഉടുപ്പിക്കാതെ വിടാമെന്ന് തോന്നിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.